ഹലോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇങ്ങനെയൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അന്നത്തെ ദിവസം എനർജി ആയിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും എല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് കുളിക്കണം കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ മുടിയിൽ ആകെപ്പാടെ തേക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എൻ്റെ സ്കാൽപ്പൊക്കെ കണ്ടോ, ഏകദേശമൊക്കെ വിസിബിളായിരുന്നു, ഇതിനേക്കാളും വിസിബിളായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഹെയറിനൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞു പോയ ഈ സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ, അതായത് മുടി കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ പെട്ടയായിട്ട് വിസിബിളായിട്ട് കാണുന്ന ആ സ്കാൽപ്പൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോൾ മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ കുളിക്കും കേട്ടോ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് സമയമില്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ മോനെയും ഞങ്ങൾ ഒരുമിച്ചാണ് കുളിക്കുക. അപ്പോൾ അവന് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനും ഞാനും കൂടെ കുളിമുറി കയറും. എന്നിട്ട് അവനവിടെ അവൻ്റേതായിട്ടുള്ള ബലൂൺ വീർപ്പിക്കലും പരിപാടികളായിട്ട് അവൻ നടക്കുമ്പോൾ ഞാനിങ്ങനെ ആദ്യം നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണ, നല്ല കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഹെയറിൽ പിടിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്. അതിനുശേഷം ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം നല്ലോണം കഴുകും. എൻ്റെ ഈ ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷാണ് കേട്ടോ. ഞാൻ വേറെ ഫേസ് വാഷൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ 2 മാസം വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഫേസ് വാഷ് ഒന്നും കാണാമല്ലോ. അപ്പോൾ ഞാൻ തൽക്കാലത്തിനൊരു ഫേസ് വാഷ് വാങ്ങി ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഹിമാലയൻ്റെ ഫേസ് വാഷ്. നമുക്ക് റേറ്റും കുറവാണ്, കുഴപ്പമില്ല. അത്യാവശ്യത്തിന് അഴുക്കൊക്കെ പോകുന്ന ഒരു തിളക്കൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഫേസ് വാഷ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, തേച്ചപാടെ നല്ലൊരു തിളക്കം കിട്ടും. അതെല്ലാ ഫേസ് വാഷ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് റോസ് പൊടിയാണ് കേട്ടോ, അതായത് റോസാപ്പൂവിൻ്റെ പൊടി. അത് നമുക്ക് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് വാങ്ങിയത്. അപ്പോൾ അത് ഫേസിലേക്കും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു ബൗളിലെടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. വേറെ ഇപ്പോൾ ബാത്റൂമിലായതുകൊണ്ട് ഞാൻ പോയി വേറെ പാലോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് ഞാൻ ബാത്റൂമിൽ തന്നെ ഇരിക്കും ഒരു അരമണിക്കൂറോളം. അതായത് അവിടെ തേച്ച് കഴുകലും കളിയും അവനെ വെളിച്ചെണ്ണ തേപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് കരുതും എന്നൊക്കെ ഉള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ അമ്മൂമ്മയ്ക്കൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് വയസ്സായ ആളുകളും കൂടിയാണല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ പുരട്ടി അവിടെ തന്നെ ഇരിക്കുക. ഇടയ്ക്ക് തന്നെ വന്ന് വിളിക്കും കേട്ടോ, മോനെ കുളി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ വാവനെ വിളിക്കും കേട്ടോ. പക്ഷെ നമ്മളിതൊക്കെ ചെയ്തിരിക്കുക എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ മുഖത്ത് ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യും കേട്ടോ. ഞാൻ സാധാരണ മേത്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കാണിക്കാനും പറ്റില്ലല്ലോ. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ മുൾട്ടാനും മിട്ടിയും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിലും കൂടി ഒന്ന് കലക്കിയിട്ട് ഞാൻ കയ്യിലും അതുപോലെ തന്നെ കാലും മുട്ടുവരെയും ഞാനൊന്ന് തേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിന് എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ സൂര്യൻ എപ്പോഴും ചൂടേൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ കൈ എന്നൊക്കെ പറയുന്നത്. നമ്മളാണെങ്കിൽ ഏത് സമയം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകളുമാണ്. അപ്പോൾ ഞാൻ ആ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യും കേട്ടോ. കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് പിന്നെ ഒരു 2 മാസമൊക്കെ നമ്മളൊന്ന് ഉപയോഗിച്ച് 2 ആഴ്ച നമ്മൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം അറിയട്ടെ. അപ്പോൾ ഞാൻ കയ്യിലും നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ തലയിൽ പരട്ടാനുള്ള നമ്മുടെ കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ താളിയൊക്കെ ഡെയിലി ഇട്ട് കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെല്ലിക്കപ്പൊടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ സാധാരണ അല്ലെങ്കിൽ വെണ്ടക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരട്ടാറ്. ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വാങ്ങിച്ചതിൽ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നെല്ലിക്കപ്പൊടി എടുത്തു. അതിനുശേഷം കുറച്ച് താളിപ്പൊടി ഉണ്ടായിരുന്നു. ആ താളിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മസാജ് ചെയ്യുന്നുണ്ട്. നല്ലോണം നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്യുക കേട്ടോ. മുടിയിൽ അത്രയ്ക്കും പരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സ്കാൽപ്പിൽ നല്ലോണം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്തിട്ടൊന്ന് കെട്ടി വെച്ചൊരു 15 മിനിറ്റ് ആയാലും മതി കേട്ടോ. നമ്മുടെ മുഖത്തെ ഫേസ് മാസ്ക് ഒന്ന് ഉണങ്ങുക എന്നതേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുളി കഴിഞ്ഞു എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് കുളിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും